നമസ്കാരം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിലൊന്നായ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ തൊട്ടുപുറകിൽ കാണുന്ന ഈ പള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരത്തിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് വന്നതാണ്. അതായത് 1920 മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. അത് കത്തിച്ചാമ്പലായിപ്പോയി. തുടർന്ന് 1928 $2.3 മില്യൺ ഇവിടെ തന്നെയുള്ള ഒരു റാൽഫ് ആദംസ് എന്ന് പറയുന്ന ആർക്കിടെക്റ്റാണ് ഈ പള്ളി ഡിസൈൻ ചെയ്ത് പണിതുയർത്തിയത്. ഇതൊരു ഗോത്തിക് സ്റ്റൈലിലുള്ള പള്ളിയാണ്. തീർച്ചയായിട്ടും അതിന് ഒരു കത്തീഡ്രലിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള, നേരത്തെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ഒരു പള്ളി. അത് കഴിഞ്ഞ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലാണ് വരുന്നത്. പിന്നീട് കാലങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വലിയ പ്രത്യേകത, എല്ലാ ഞായറാഴ്ചയും ഇവിടെ കുർബാനയുണ്ട്. പക്ഷേ ഈ പള്ളിയുടെ വാതിലുകൾ മറ്റ് മതസ്ഥർക്ക് തുറന്നു കൊടുത്തു. നമ്മൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ നിസ്കാരത്തിനായിട്ട് അതിനു വേണ്ടി എത്തും. അതുപോലെ ബുദ്ധിസ്റ്റുകൾ, മറ്റ് സമുദായക്കാർക്കുമുള്ള ഒരു ഇൻ്റർഫെയ്ത്ത് പള്ളി ഒരുപക്ഷെ ലോകത്ത് വളരെ അപൂർവമായിരിക്കും. അതും ഇത്ര വലിയ പ്രശസ്തമായ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഒരു പള്ളിയുള്ള കാര്യം അത് വളരെ ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമായി. അതെ, എന്തായാലും ചാരത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ തലയെടുത്ത് നിൽക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ ചാപ്പൽ, അല്ലേ? ക്രിസ്റ്റീന, നമ്മുടെ കേരളത്തിൻ്റെ ലോക്കപ്പ് മുറിയിൽ മൃഗീയമായി പീഡിപ്പിച്ച ഒരു വലിയ മനുഷ്യൻ ഈ ക്യാമ്പസിൽ പഠിച്ചിട്ടുണ്ട്. ആരാന്നറിയാം? നമ്പിനാരായണൻ. തീർച്ചയായിട്ടും നമ്പിനാരായണൻ സാറ് ഓടി നടന്ന ഒരു ക്യാമ്പസാണ് ഇത്. അതുമാത്രമല്ല, നമ്പിനാരായണന് അമേരിക്ക അന്ന് നാസയിൽ ഒരു ജോലിയും അമേരിക്കൻ പൗരത്വമൊക്കെ വാഗ്ദാനം ചെയ്തു. പക്ഷേ അദ്ദേഹം ഇവിടെ നിന്നില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ സാക്ഷാൽ അബ്ദുൽ കലാം നിരവധി ക്ലാസ്സുകൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടികൾക്കായി, അദ്ദേഹം അധ്യാപകനൊന്നുമല്ല, പക്ഷേ സെമിനാർ പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പല പ്രാവശ്യം വന്ന ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റി ലോകത്തെ 10 യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള റാങ്കിങ്ങിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, വേറെ പ്രശസ്തരായിട്ടുള്ള ആരൊക്കെ ഉണ്ടെന്നറിയാമോ? തീർച്ചയായിട്ടും ആമസോണിന്റെ സിഇഒ ജെഫ് ബെസോസ് ഇവിടെയാണ് പഠിച്ചത്. അതെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ പഠിച്ച ഒരു ക്യാമ്പസിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ക്രിസ്റ്റീന ഒരു അധ്യാപികയായിരുന്നല്ലോ. അപ്പം ഇങ്ങനെ ഒരു ക്യാമ്പസിൽ വരുമ്പം ഇവിടെ ഒന്ന് പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും. അതോ പഠിക്കണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നപ്പോഴേ ഡൈനാമിക് ക്ലാസ് റൂംസ് കണ്ടല്ലോ. സാധാരണ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് 4 ചുവരുകൾക്കുള്ളിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അതിലുപരിയായി കുട്ടികളെ ഈ ഒരു പ്രകൃതി സൗഹൃദമായിട്ട് നടത്തി പഠിപ്പിക്കുന്ന ഒരു രീതി നമ്മളിവിടെ കണ്ടു. ജീൻ ജാക്വിസ് റൂസോയുടെ ഒക്കെ ഒരു സ്വപ്നമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി പഠിക്കുക, അതൊക്കെ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമായിരിക്കും. അതെ അതെ കൃഷ്ണ, ഈ ക്യാമ്പസിൽ 8500 വിദ്യാർത്ഥികളാണുള്ളത്. അത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരാണ്. ഇതൊരു 600 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഒരു 2.4 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളതാണ്. അതുമാത്രമല്ല, ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രശസ്തരായ ആൾക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 40 പേർക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോയ വിദ്യാർത്ഥികൾ പിന്നീട് നോബൽ സമ്മാനം അതിനർഹരായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാച്ചുറൽ സയൻസ്, പിന്നീട് എൻജിനീയറിങ്, അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസ്, ഈ പറയുന്ന മേഖലകളിലാണ് ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ വളരെ പ്രശസ്തരായിട്ടുള്ളവർ പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നു ഗണിതശാസ്ത്ര അധ്യാപനം ഏറ്റവും മികച്ച രീതിയിൽ നടത്തുന്ന കോളേജുകളുടെ പട്ടികയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയെ കാണാൻ പറ്റും. അതെ.